ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. സ്ഥാനാർത്ഥികളുടെ കട്ടൌട്ട് വെച്ചതിൽ കമ്മീഷൻ ഇടപാട് നടന്നതായാണ് ഓഡിയോയിൽ വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും തട്ടിപ്പ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ നേതാവുമായി കമ്മീഷൻ സംബന്ധിച്ച് ചർച്ച നടത്തുന്ന ഓഡിയോ ആണ് പുറത്തുവന്നത്. അതിനിടെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റി പട്ടികയും പുറത്തുവന്നു. പണമടങ്ങിയ ബാഗിനൊപ്പം സെൽഫി എടുത്ത സിദ്ധാർത്ഥ് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണെന്നും ഹൈടെക് സോഷ്യൽ മീഡിയ ചുമതലക്കാരുടെ പട്ടികയിൽ സിദ്ധാർത്ഥും ഉൾപ്പെട്ടതായും തെളിയിക്കുന്നതാണ് പട്ടിക. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കൊള്ള നേതാക്കൾ മൂടിവെക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ ശക്തമായ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷൻ കൈപ്പറ്റിയ നേതാക്കളുടെ പട്ടിക, പേരുവിവരമടക്കമുള്ള കത്ത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ആ ആരോപണങ്ങളെയും ബി.ജെ.പി നേതൃത്വം അനൌദ്യോഗികമായി നിഷേധിച്ചിരുന്നു. ഏതായാലും ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖ കമ്മീഷൻ കൈപ്പറ്റുന്നതിനെ ചൊല്ലി, അതായത് നേതാക്കളുടെയും പാർട്ടി കൊടിയുടെയും ഒക്കെ കട്ടൗട്ടുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെയും മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ ടെലിഫോൺ സംസാരത്തിൻ്റെ റെക്കോർഡാണ് പുറത്തു വന്നത്. അതിൽ കൃത്യമായി തന്നെ പകുതി തുക, ഒരു കട്ടൗട്ട് ചിലവാകുന്നതിൻ്റെ പകുതി കമ്മീഷനായി മാറ്റണമെന്ന നിർദ്ദേശം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം നൽകുന്നതിൻ്റെ ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നത്. പിന്നെ മറ്റത് 8,000 പീസ് അടിക്കണം ഡൈക്കട്ട്. അതിൽ പാതി നമുക്കും പാതി അവർക്കും 8 രൂപ അവർക്കും 8 രൂപ നമുക്കും. 8,000 പീസ് മറ്റേ ഡൈ കെട്ടടി, ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ. 8,000 പീസ്, അതായത് 10-12 ലക്ഷം രൂപ. 8 രൂപ നമുക്ക് 8 രൂപ വരും. ആ രീതിയിൽ ബില്ലിയാണേ. ഒരു മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡി ആയിക്കോളേ. അത് അടിക്കണമെങ്കിൽ അപ്പഴേ ഞാൻ പറയും. ഇതിന്റെ ബില്ല് 3 ഇൻവോയ്സ് അന്ന് കൊടുത്താലും ഓർമ്മയുണ്ടോ? അതിൽ ഏറ്റവും കുറഞ്ഞ ഇൻവോയ്സും കൂടെ വെച്ച് റെഡിയാക്കി വയ്ക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന് നടപടി നേരിടുന്ന പാർട്ടി ചുമതല നീക്കി നിർത്തിയിരിക്കുന്ന നേതാവിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും പുറത്തു വരാൻ തന്നെയാണ് സാധ്യത. അതിനിടെ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടൊരു ചിത്രമുണ്ടായിരുന്നു. ബി.ജെ.പിയുടെ ഒരു പ്രവർത്തകൻ, തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഒരു പ്രവർത്തകൻ, സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇടപെട്ട് നടത്തിയ പ്രവർത്തകൻ നോട്ടുകെട്ടുമായി നിൽക്കുന്ന ഒരു ചിത്രം. അത് ബി.ജെ.പി നേതൃത്വവും എ.ബി.പി നേതൃത്വമൊക്കെ അന്ന് തള്ളിപ്പറഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മാനേജിംഗ് കമ്മിറ്റി, അതായത് ഈ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റി, അതിൻ്റെ കൺവീനർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ആയിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം നടപടി നേരിടുന്ന അഞ്ജൻ അതിൻ്റെ പ്രധാനിയാണ്. ആ കമ്മിറ്റിയിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ പ്രധാനിയായിരുന്നു ഈ സിദ്ധാർത്ഥ് എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തു വന്നത്. അതായത് സിദ്ധാർത്ഥ് വളരെ പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ. അയാളുടെ കയ്യിലാണ് ഈ കണ്ടാൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് തോന്നുന്ന ഒരു ബാഗ് ഇട്ട് അദ്ദേഹം സെൽഫി ഇട്ടത്. ആ ചിത്രമാണ് നേരത്തെ പുറത്തു വന്നത്. അതായത് സിദ്ധാർത്ഥിൻ്റെ പാർട്ടി ബന്ധം കൂടുതൽ വ്യക്തമാകുന്ന തെളിവുകളാണ് അതുമായി ബന്ധപ്പെട്ടും ഇന്ന് പുറത്തു വന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.